എന്തുവാ ഭയങ്കര ലഹള നടക്കുന്നേ? ഭയങ്കര ലഹള നടക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷും പിന്നെ ഷാനവാസും ജയിലിനകത്താ. അവർക്ക് മൂത്രശങ്കം ഒന്ന് തുറന്നു കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ തുറന്നു കൊടുക്കുന്നില്ല. ക്യാപ്റ്റനാന്ന് പറഞ്ഞ് വാഷ്റൂമിൽ പോകാൻ തുറന്നു കൊടുക്കണ്ടേ? ക്യാപ്റ്റന്റെ അധികാരം ഉപയോഗിച്ച് ഇങ്ങനെ മോശം കാണിക്കാൻ അത് അനീഷിനെ കേട്ട് പഠിച്ച്. പിന്നെ ഇച്ചിരി മാവം കണ്ടെടുത്ത് കുടഞ്ഞു കൊടുത്ത്. പിന്നെ ഷാനവാസിന്റെ ഫാമിലി വന്നതിന് ശേഷം ഷാനവാസ് ഇച്ചിരി രുദ്രം കളിക്കുന്നുണ്ട് അതിനകത്ത്. അതെന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. അതെല്ലാരും പറയുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമല്ലേ ഷാനവാസിനെ? ഇഷ്ടമാ, കുറ്റം കണ്ടാ പറയണ്ടേ. പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മിയുടെ കൊച്ച് വന്നായിരുന്നു അമ്മയുടെ കൂടെ. അമ്മയുടെ കൂടെ അന്ന് വന്ന് പുറത്ത് നിർത്തിയിരുന്ന എന്തോ കാരണം എന്നറിയാം. എന്നാലും തള്ളേ ആ കൊച്ചിനെ കാണിക്കണ്ടേടാ. സോഷ്യൽ മീഡിയയിലെല്ലാം പറയുന്നു. അതുപോലെ ഒരുങ്ങി വന്ന് നിൽക്കുന്ന സുന്ദര കുട്ടപ്പനായ ഒരു കൊച്ച് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് മോനെ സപ്പോർട്ട് ചെയ്തു. അതിനെ കേൾക്കണമായിരുന്നടാ. അതുപോലെ ഇന്ന് കടയിൽ ഇരുന്നപ്പോ ലക്ഷ്മിയുടെ അമ്മയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ മോനെ അല്ല, അത് കുഞ്ഞിനെ കേറ്റണ്ടേ അകത്ത്. കുഞ്ഞിനെ അത് തെറ്റണ്ടാ പറയണ്ടേടാ. പാവ ഒരു കൊച്ചിനെ കേറ്റായിരുന്നു. കുഞ്ഞല്ലേ, അതെന്ത് കാരണം കൊണ്ട് കേറ്റിയില്ലെന്ന് അറിയാൻ വയ്യ. ഇപ്പൊ നാളെ ഒരാൾ പോകുമല്ലോ ബിഗ് ബോസിന്റെ. അത് നാളെ ആരാന്നോ എന്തോ, ഒനീലാന്നോ എന്തോ സാബുമോനാ കളിക്കാതെ നിൽക്കുന്നത്. ഒട്ടും കളിക്കുന്നില്ല. ഇനി ഒനീല പോന്നെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. മിസൈലും പോകുന്നെന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. അതെന്തുവാ? ഞാൻ മറന്നുപോയി. കടയില് രണ്ടുമൂന്ന് പേര് വന്നിട്ടേ, രണ്ടുമൂന്ന് പെണ്ണുങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ നിങ്ങള് പിന്നെ എന്തോ ആണോന്ന്. എന്തോ ആണോന്ന്, പെരിയാറാണോന്ന്. അപ്പൊ ഞാൻ അതെന്തോന്ന് വെച്ചാൽ എന്തോ ഒരു ആറുണ്ടല്ലോ ഈ ആളുകൾക്കുള്ള ഇത് സൈഡ് പറയുന്നതിന് ഒരു എന്തോ ഒരു ഇത് പറയുമല്ലോ. എന്നാ ആറായിരിക്കും, എനിക്കത് അറിയാൻ വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ നമ്മളെ വിളിക്കുന്നെങ്കിൽ അഭിനയിക്കാനൊക്കെ വിളിക്കുന്നെങ്കിൽ നിങ്ങൾ മോനും അതാണോ പൈസ മേടിച്ചിട്ട് ഒരാൾ സപ്പോർട്ട് ചെയ്യാന്നോ? അതെനിക്കറിയാമായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഞാനും മോനും ആണെന്ന് പറഞ്ഞു. ഞാൻ ആറാണെന്ന് പറഞ്ഞു. ഇതാ കണ്ട, ഞാനും കൂടെ പ്രശ്നത്തിലായില്ലേ? അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടായിരുന്നു. ഞാനങ്ങ് പറഞ്ഞു. നിങ്ങൾ പെരിയാറാന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. അല്ല, അത് അവര് വന്ന് ചോദിച്ചടാ. അനീഷിന്റെ പെരിയാറല്ലേ സത്യം പറ? അങ്ങനല്ല, അനീഷ് പാവാടാ. കണ്ടില്ലേ വാഷ്റൂമിൽ പോകാൻ പറ്റാതെ നിൽക്കുന്നത്. അനീഷിനെ എനിക്ക് അറിഞ്ഞൂടാ. പ്രശ്നം അല്ല, അനീഷിനും ചെയ്ത് ഇട്ടേക്കുവോ? എന്താ കാര്യം? ഞാനും കൂടെ പെരിയാറാന്ന് പറഞ്ഞ എന്തിനാണല്ലോ ഇത് പ്രശ്നം? അതങ്ങനെ വന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഞാനും മോനും ആന്ന് പറഞ്ഞു. പല്ലത്തിന് അഭിനയിക്കാൻ അങ്ങനെ നിന്നെ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ, എന്നെയും നിന്നെയും കൂടെ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ അങ്ങനെ പറഞ്ഞു. എനിക്ക് അടി മേടിച്ച് തരും. അല്ലെങ്കിൽ 3 പെണ്ണുങ്ങൾ തിരക്കി വരുവോ? ഇയാളാണോ